ഹലോ എവരിവൺ, വെൽക്കം ടു iPlus. ഇന്ത്യൻ എക്സ്പ്രസ് ആർട്ടിക്കിൾ അനാലിസിസിന്റെ മൂന്നാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ കോംപ്രിഹെൻഷൻ, പ്രസി ഇത്രയും കാര്യങ്ങൾ നമ്മൾ കുറേ പഠിച്ച് മനസ്സിലാക്കി. കുറേ വേർഡ്സ് നമ്മൾ പഠിക്കുന്നുണ്ടായിരുന്നു, ടഫ് വൊക്കാബുലറിയും പഠിക്കുന്നുണ്ടായിരുന്നു. അടുത്തതിലേക്ക് കിടക്കാം. അപ്പോൾ വൊക്കാബുലറി നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന അതിന്റെ തുടർച്ചയെന്നോണം നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഡെവസ്റ്റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ വിനാശകരമായ അല്ലെങ്കിൽ അത്യന്തം ദുഃഖകരമായ എന്നർത്ഥം. മീൻസ് കോസിങ് ഗ്രേറ്റ് ഡാമേജ് ഓർ സഫറിങ്. അത്രത്തോളം ദുഃഖം നമുക്ക് കൊണ്ടുവരുന്ന, അത്യന്തം ദുഃഖം സമ്മാനിക്കുന്ന ഒരു സംഭവം, അതിനെയാണ് ഡെവസ്റ്റേറ്റിംഗ് എന്ന് പറയുന്നത്. അതിന്റെ സിനോണിംസ്: ഡിസ്ട്രക്റ്റീവ്, ദുഃഖം സമ്മാനിക്കുന്ന; ട്രാജിക്, ദുരന്തപൂർണം. യെസ്, അത് തന്നെ, അത്യന്തം ദുഃഖകരമായ, ദുരന്തപൂർണം; കറ്റാസ്ട്രോഫിക്, ദുരന്തം. ഇപ്പൊ ഏകദേശം ദുരന്തം എന്നൊരു അർത്ഥമാണ് ഡെവസ്റ്റേറ്റിംഗിന് വന്നു ചേരുന്നത്. ആന്റോണിംസിലേക്ക് വന്നു കഴിഞ്ഞാണ് ദുരന്തത്തിന് നേരെ ഓപ്പോസിറ്റ്: ബെനിഫിഷ്യൽ, ഉപകാരം; ഹെൽപ്ഫുൾ, ഉപകാരം. The judicial delay had devastating consequences. ജുഡീഷ്യറിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന താമസങ്ങൾ അത് ഡെവസ്റ്റേറ്റിംഗ് കോൺസിക്വൻസസ് ഉണ്ടാക്കുന്നു. എന്ന് വെച്ചാൽ ദുഃഖകരമായ, ദുരന്തകരമായിട്ടുള്ള ഫലങ്ങൾ സമ്മാനിക്കുന്നു. അടുത്തത് ആക്സസിബിലിറ്റി. ഇനി നമുക്ക് കുറച്ച് ആക്സസിബിലിറ്റി എന്ന വാക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. കൺഫ്യൂസ്ഡ് ആയിട്ട് വരാറുണ്ട്. ആക്സസിബിൾ, അവൈലബിൾ, ചെറിയ ഡിഫറൻസ് ഉണ്ട്. ആക്സസിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസി ടു റീച്ച്, എത്താൻ പറ്റുന്നത് എന്ന അർത്ഥം. അവൈലബിൾ എന്ന് പറഞ്ഞാൽ പ്രസന്റ് ഫോർ യൂസ്, ഉപയോഗിക്കാൻ റെഡിയായി നിൽക്കുന്നത്. നോക്കിയേ, ദ മെഡിസിൻ ഇസ് അവൈലബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ മരുന്ന് ആ കടയിലുണ്ട്, അത് വാങ്ങി നമുക്ക് ഉപയോഗിക്കാം. ഇറ്റ് ഇസ് നോട്ട് ആക്സസിബിൾ ടു പുവർ പേഷ്യൻസ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഹൈ കോസ്റ്റ്. ആ മരുന്ന് അതിന്റെ വില അധികമായതുകൊണ്ട് എല്ലാ ആൾക്കാർക്കും അത് ആക്സസിബിൾ അല്ല, എല്ലാവർക്കും അതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല എന്നാണ് അർത്ഥം. ആക്സസിബിൾ എന്ന് വെച്ചാൽ എത്തിച്ചേരാൻ പറ്റുന്നത് എന്നാണ് അർത്ഥം. അവൈലബിൾ എന്ന് പറഞ്ഞാൽ പ്രസന്റ് ഫോർ യൂസ്. എക്സ്പെഡൈറ്റ് എന്താണ്? എക്സ്പെഡൈറ്റ്, ടു സ്പീഡ് അപ്പ് എ പ്രോസസ്. എക്സ്പെഡൈറ്റ്, വേഗത്തിലാക്കുക എന്നാണ് അർത്ഥം. ആക്സിലറേറ്റ്, നമ്മൾ വണ്ടിയിൽ ആക്സിലറേഷൻ കൂട്ടുന്ന എന്തിനാണ്? വേഗത കൂട്ടാൻ. അപ്പൊ ആക്സിലറേറ്റ്. ഫാസ്റ്റ് ട്രാക്ക്, വേഗത. ഹെയ്സൻ, വേഗത. അങ്ങനെയാണെങ്കിൽ ആന്റോണിംസ് എന്താണ്? വേഗത, ഡിലേ, പോസ്റ്റ്പോൺ. ഇതെല്ലാം അതിന്റെ ആന്റോണിംസ് ആണ്. The Supreme Court asked the High Court to expedite the matter. സുപ്രീം കോടതി ഹൈക്കോടതിയോട് ആ ഹിയറിംഗ് എക്സ്പെഡൈറ്റ് മീൻസ് അത് വേഗത്തിലാക്കാൻ ആവശ്യപ്പെട്ടു. അഫോർഡബിൾ. അഫോർഡബിൾ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാലോ? നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്നത്. നമ്മൾ പറയുമല്ലോ, ഒരു ഷർട്ട് മേടിക്കാൻ പോകുമ്പോൾ നമ്മുടെ കൊക്കിൽ ഒതുങ്ങത്തില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അഫോർഡബിൾ, അത്രയും പൈസ നമ്മുടെ കയ്യിലില്ല. താങ്ങാവുന്ന വിലയുള്ളത്, താങ്ങാനാവുന്ന വിലയുള്ളത് എന്നാണ് അർത്ഥം. മീൻസ് റീസണബിളി പ്രൈസ്ഡ്. ഇപ്പൊ ഞാനൊരു ഷർട്ട് മേടിക്കാൻ പോകണം, ആ ഷർട്ടിന് 10,000 ആണെങ്കിൽ എനിക്കത് അഫോർഡബിൾ അല്ല, എനിക്ക് ആ വില താങ്ങാൻ പറ്റത്തില്ല. മറിച്ച് 500 ആണെങ്കിൽ എനിക്ക് താങ്ങാം. സിനോണിംസ്: എക്കണോമിക്കൽ, താങ്ങാനാവുന്നത്; സാമാന്യ വില, റീസണബിൾ, സാമാന്യ വില; ഇൻഎക്സ്പെൻസീവ്, സാമാന്യ വില. എന്നാൽ ആന്റോണിം എന്താണ്? ഭയങ്കര വിലയുള്ളത്, കോസ്റ്റ്ലി, വിലയേറിയത്; എക്സ്പെൻസീവ്, വിലയേറിയത്; എക്സോർബിറ്റന്റ്, വിലയേറിയത്. എവരി സിറ്റിസൺ ഡിസേർവ്സ് അഫോർഡബിൾ ഹെൽത്ത് കെയർ. ഓരോ പൗരനും ഈ പറഞ്ഞ അഫോർഡബിൾ, മാന്യമായിട്ട് ഈ പറയുന്ന പോലെ താങ്ങാവുന്ന വിലയുള്ള ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് അവന്റെ അവകാശമാണ്. അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത്രയും നമ്മൾ പഠിച്ച വാക്കുകളെ ഞാൻ ഒരു പിരമിഡ് ആക്കുന്നുണ്ട്. മസ്റ്റ് ലേൺ. ഇപ്പൊ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ആസ്പിറൻസ് ഉറപ്പായിട്ടും പഠിക്കേണ്ടത് ഇത്രയാണ്: സുവമോട്ടോ, കോഗ്നിസൻസ്, പെൻഡൻസി, എക്സോർബിറ്റന്റ്, എക്സ്പെക്ടഡ്. കാരണം എന്താ? ഇതെല്ലാം പക്കാ ലീഗൽ ടേംസ് ആണ്. ഇനി അവസാനം ഞാനത് ലീഗൽ, മെഡിക്കൽ എന്ന് പറഞ്ഞ 2-3 കാറ്റഗറി ആക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ആക്സസിബിലിറ്റി, ഇന്റർവെൻഷൻ, പേറ്റന്റ്, ഫെസിലിറ്റേറ്റ്, റെപ്രസെന്റേഷൻ. അടുത്ത സെഷൻ ഓഫ് വേർഡ്സ് ആണ് ത്രഷോൾഡ്, എക്സ്പീഡിയൻസി, അഫോർഡബിൾ, ഡെവസ്റ്റേറ്റിംഗ്, ആക്സസിബിലിറ്റി. ദെൻ വി ഹാവ് ലീഗൽ വേർഡ്സ്. ഇനി ഇത്രയും നമ്മൾ പഠിച്ച വാക്കുകൾ ഒന്ന് നമുക്ക് പല പല കൂട്ടുകളിലാക്കാം, പല പല ഗ്രൂപ്പുകളിലാക്കാം. ഇത്രയും നമ്മൾ പഠിച്ചതിലെ ലീഗൽ വേർഡ്സ് ഏതൊക്കെയാന്ന് നോക്കിയോളൂ: സോമോട്ടോ, കോഗ്നിസൻസ്, പെൻഡൻസി, എക്സ്പീഡിയേറ്റ്, റെപ്രസെന്റേഷൻ. ശ്രദ്ധിക്കേണ്ട കാര്യം, റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ ലീഗൽ ഇംഗ്ലീഷിൽ അപേക്ഷ അല്ലെങ്കിൽ നിവേദനം എന്നാണ് അർത്ഥം. ഓക്കെ. ഇനി ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട, ആരോഗ്യ രംഗവുമായി ബന്ധപ്പെട്ട ചില വാക്കുകൾ: ആക്സസിബിലിറ്റി, അഫോർഡബിൾ, പേറ്റന്റഡ്, എക്സോർബിറ്റന്റ്, ഉയർന്ന വിലയുള്ളത് എന്നൊക്കെയാണ് അർത്ഥം. ഇനി ഗവേണൻസും അഡ്മിനിസ്ട്രേഷനും, ഭരണവുമായി ബന്ധപ്പെട്ട, ഗവൺമെന്റുമായി ബന്ധപ്പെട്ട വാക്കുകൾ: ഇന്റർവെൻഷൻ, ഫെസിലിറ്റേറ്റ്, ത്രഷോൾഡ്, എക്സ്പീഡിയൻസി. ഇതെല്ലാം തന്നെ അഡ്മിനിസ്ട്രേഷനും ഗവേണൻസുമായി ബന്ധപ്പെട്ട വാക്കുകളാണ്. ഇനി എഡിറ്റോറിയലുമായി ബന്ധപ്പെട്ട ഇഡിയംസ് നമുക്ക് നോക്കാം.
നീതി കൃത്യസമയത്ത് കൃത്യമായിട്ട് നടപ്പിലാക്കണമെന്നാണല്ലോ. ജസ്റ്റിസ് ഡിലേഡ് ഇസ് ജസ്റ്റിസ് ഡിനൈഡ് എന്ന് പറഞ്ഞാൽ വൈകിയ നീതി നീതിയല്ല. നീതി വൈകി കഴിഞ്ഞാൽ അത് നീതിയല്ല. അതായത് ഒരു പെറ്റീഷൻ കൊടുത്തതൊരു വ്യക്തിയാണ്, അവർ മരിച്ചുപോവുകയും ചെയ്തു. ഇനി ആ കേസ് തീർപ്പാക്കുമ്പോൾ അവർക്ക് നീതി കിട്ടുന്നുണ്ടോ? ഇല്ല, വൈകിയ നീതിയാണ്. ദ റൈബോസൈക്ലിക് കേസ് പ്രൂവ്സ് ദാറ്റ് ജസ്റ്റിസ് ഡിലേഡ് ഇസ് ജസ്റ്റിസ് ഡിനൈഡ്. റൈബോസൈക്ലിക് കേസ് കൃത്യമായി തെളിയിക്കുന്ന അംശവും അത് തന്നെയാണ്. വൈകിയ നീതി നീതിയല്ല. എക്സാം കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ജുഡീഷ്യറി, കോൺസ്റ്റിറ്റ്യൂഷൻ, ഹ്യൂമൻ റൈറ്റ്സ്, ഈ കോണ്ടെക്സ്റ്റുകളിൽ ഇത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. എ മാറ്റർ ഓഫ് ലൈഫ് ആൻഡ് ഡെത്ത് എന്ന് പറഞ്ഞാൽ ജീവൻ മരണ പ്രശ്നം എന്ന അർത്ഥം. ജീവൻ മരണ പോരാട്ട, ജീവൻ മരണ പ്രശ്നം മീൻസ് ആൻ എക്സ്ട്രീംലി സീരിയസ് സിറ്റുവേഷൻ. വളരെ ഗൗരവമേറിയ വിഷയം അല്ലെങ്കിൽ ഗൗരവമേറിയ സാഹചര്യം, ഗൗരവമേറിയ പ്രശ്നം എന്ന അർത്ഥം. ജീവൻ മരണ പ്രശ്നം. ആക്സസ് ടു ലൈഫ് സേവിംഗ് മെഡിസിൻസ് ഇസ് എ മാറ്റർ ഓഫ് ലൈഫ് ആൻഡ് ഡെത്ത്. ഇപ്പൊ ലൈഫ് സേവിംഗ് മെഡിസിൻസ് എല്ലാവർക്കും ആക്സസിബിൾ ആയിരിക്കണം, ലഭ്യത, എല്ലാവർക്കും ലഭ്യത ഉണ്ടാവണം ലൈഫ് സേവിംഗ് മെഡിസിൻസിലേക്ക്. അത് ഒരു ജീവൻ മരണ പ്രശ്നമാണ്, നിസ്സാര വിഷയമല്ല, അതൊരു ജീവൻ മരണ വിഷയമാണ്. അറ്റ് സ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അപകടത്തിൽ എന്നാണ്, അപകടത്തിലായത്, ഇൻ ഡേഞ്ചർ, ലയബിൾ ടു ബി ലോസ്റ്റ് എന്നാണ്. തൗസൻഡ്സ് ഓഫ് പേഷ്യൻസ് ലൈവ്സ് ആർ അറ്റ് സ്റ്റേക്ക്. ആയിരക്കണക്കിന് രോഗികളുടെ ജീവിതം അപകടത്തിലാണ്. ആറ്റ് സ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അപകടത്തിലാണ്. ടേക്ക് ദ ലോ ഇൻ ടു വൺസ് ഓൺ ഹാൻഡ്സ് എന്ന് പറഞ്ഞാൽ നിയമം കയ്യിലെടുക്കുക എന്നുള്ളത്, സ്വയം നിയമം നടപ്പിലാക്കുക. ആക്ട് വിത്തൗട്ട് ലീഗൽ അതോറിറ്റി, നിയമം കയ്യിലെടുക്കുക. സിറ്റിസൺസ് ഷുഡ് നെവർ ടേക്ക് ദ ലോ ഇൻ ടു ദെയർ ഓൺ ഹാൻഡ്സ്. സിറ്റിസൺസ് ഒരിക്കലും, പൗരന്മാർ നിയമം അവരവരുടെ കയ്യിലെടുക്കരുത്. എ റേ ഓഫ് ഹോപ്പ്, ഓൾറെഡി പറഞ്ഞാണ്, പ്രതീക്ഷയുടെ കിരണം, എ സൈൻ ഓഫ് ഇംപ്രൂവ്മെന്റ്. ദ സുപ്രീം കോർട്ട്സ് ഇന്റർവെൻഷൻ, സുപ്രീം കോടതിയുടെ ഇടപെടൽ became a ray of hope for cancer patients. ക്യാൻസർ പേഷ്യൻസിന് പ്രതീക്ഷയുടെ ഒരു കിരണമായിരുന്നു സുപ്രീം കോടതിയുടെ ഈ ഇടപെടൽ. റെഡ് ടേപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു ടേം ആണ് ഇതിന് പഠിക്കാൻ പറ്റുന്നത്. റെഡ് ടേപ്പ് എന്ന് പറഞ്ഞാൽ എക്സസീവ് ബ്യൂറോക്രസി, അതായത് അമിതമായ ഔദ്യോഗിക നടപടിക്രമങ്ങൾ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ നാട്ടിൽ ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റത്തില്ല. കാരണം എന്താ? ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുടെ നൂലാമാലകൾ ഉണ്ടായിരുന്നു. അവരുടെ പെർമിഷൻ മേടിക്കണം, ഈ പേപ്പർ വേണം, ആ പേപ്പർ വേണം. അപ്പോൾ ഒരുപാട് നടപടിക്രമങ്ങൾ ഉള്ളത് കൊണ്ട് ഔദ്യോഗികമായുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഇടപെടൽ, അയാളെ കാണണം, ഇയാളെ കാണണം, അവരുടെ പേപ്പർ വേണം, ഇയാളുടെ സൈൻ വേണം. അതെയാണ് റെഡ് ടേപ്പ് എന്ന് പറയുന്നത്, എക്സസീവ് ബ്യൂറോക്രസി, അതായത് അമിതമായ ഔദ്യോഗിക നടപടിക്രമങ്ങൾ. റെഡ് ടേപ്പ് ഓഫൻ ഡിലേസ് ഇമ്പോർട്ടന്റ് പബ്ലിക് വെൽഫെയർ ഡിസിഷൻസ്. അമിതമായ ഔദ്യോഗിക നടപടിക്രമങ്ങളാണ് പലപ്പോഴും പൊതുജനങ്ങളുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ വൈകാൻ കാരണം. നെക്സ്റ്റ്, ഇൻ സേഫ് ഹാൻഡ്സ്, സുരക്ഷിതമായ കരങ്ങളിൽ, സുരക്ഷിതമായ കൈകളിൽ എന്നാണ്. പേഷ്യൻസ് ഫീൽ ദേ ആർ ഇൻ സേഫ് ഹാൻഡ്സ് വെൻ ജസ്റ്റിസ് ഇസ് ഡെലിവേർഡ് പ്രോംപ്റ്റ്ലി. പെട്ടെന്ന് തന്നെ നീതി നടപ്പിലായി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അല്ലെങ്കിൽ രോഗികൾക്ക് തോന്നും അവർ സുരക്ഷിതമായ കൈകളിലാണ്. എ വേക്കപ്പ് കോൾ എന്ന് പറഞ്ഞാൽ നമ്മളെ, ഉറങ്ങിക്കിടക്കുന്ന നമ്മളെ വിളിച്ചുണർത്തുന്ന ഒരു മുന്നറിയിപ്പ്. എ വാർണിംഗ് ഡിമാൻഡിങ് ഇമ്മീഡിയറ്റ് ആക്ഷൻ. അതായത് നമ്മൾ ഉറങ്ങുകയാണ്, എന്നാൽ നമ്മളെ വിളിച്ചുണർത്തുന്നു, ഒരു മുന്നറിയിപ്പ് തന്നുകൊണ്ട്. അതാണ് ഉണർത്തുന്ന മുന്നറിയിപ്പ്. ദ ജഡ്ജ്മെന്റ് സെർവ്സ് ആസ് എ വേക്കപ്പ് കോൾ ഫോർ പോളിസി മേക്കേഴ്സ്. ഇത്തരം വിഷയങ്ങൾ നയം രൂപീകരിക്കുന്ന വ്യക്തികൾക്കുള്ള ഒരു, അവരെ ഉറങ്ങിക്കിടക്കുന്ന അവരെ ഉണർത്തുന്ന ഒരു വേക്കപ്പ് കോളാണ് ഈ ജഡ്ജ്മെന്റ്, ഈ സുപ്രീം കോടതിയുടെ ഈ വിധി അല്ലെങ്കിൽ ഈ നിരീക്ഷണം. ഇനി ചില വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് പഠിക്കാം. അപ്പോൾ നമ്മൾ വൊക്കാബുലറി പാർട്ടിൽ കുറേ കാര്യങ്ങൾ പഠിച്ചു. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, അതായത് ഇതുവരെ ഇവിടം വരെ ഇഡിയംസ് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസിലേക്ക് നമുക്ക് നോക്കാം. എ പേഴ്സൺ ഹു ഫയൽസ് എ കേസ്, ഒരു കേസ് ഫയൽ ചെയ്യുന്ന ആളുടെ പേരെന്താണ്? അല്ല, അയാളെ എന്താ വിളിക്കുന്നത്? പെറ്റിഷണർ, ഹർജിക്കാരൻ. അപ്പൊ കേസ് ഫയൽ ചെയ്യുന്ന ആളാരാണ്? പെറ്റിഷണർ, ഹർജിക്കാരൻ. ദ പെറ്റിഷണർ സോട്ട് അഫോർഡബിൾ മെഡിസിൻസ്. ഹർജിക്കാരൻ മെഡിസിൻസ് അഫോർഡബിൾ ആക്കണം എന്നൊരു ഡിമാൻഡാണ് അല്ലെങ്കിൽ ഒരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. എ പേഴ്സൺ അഗെയിൻസ്റ്റ് ഹൂം എ കേസ് ഇസ് ഫയൽഡ്. ആർക്കെതിരെയാണോ നമ്മൾ കേസ് ഫയൽ ചെയ്യുന്നത് അയാൾ, എതിർകക്ഷി, അയാളാണ് റെസ്പോണ്ടന്റ്, എതിർകക്ഷി. 3, എ കോർട്ട് ആക്ഷൻ സ്റ്റാർട്ടഡ് ഓൺ ഇറ്റ്സ് ഓൺ. കോടതി സ്വമേധയാ കേസെടുത്ത് അതിലെ നടപടിക്രമങ്ങൾ നടത്തുന്നു. സോ മോട്ടോ പ്രൊസീഡിംഗ്, ഓൾറെഡി പറഞ്ഞു. എ പേഴ്സൺ ക്വാളിഫൈഡ് ടു ഗിവ് പ്രൊഫഷണൽ ഒപ്പീനിയൻ. വിദഗ്ധ ഉപദേശം തരാൻ ക്വാളിഫിക്കേഷൻ ഉള്ള വ്യക്തി, അയാൾ എക്സ്പേർട്ട് ആണ്. എക്സ്പേർട്ട്, വിദഗ്ധൻ എന്നാണ് അർത്ഥം.
പ്രൊട്ടക്ഷൻ ഗ്രാൻഡഡ് ഫോർ ആൻ ഇൻവെൻഷൻ, ഒരു കണ്ടുപിടുത്തം, ആ കണ്ടുപിടുത്തം വേറെ ആരും ഉപയോഗിക്കാതിരിക്കാൻ കൊടുക്കുന്ന പ്രൊട്ടക്ഷനെയാണ് പേറ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ, പേറ്റന്റ്. നമ്മൾ കുത്തക എന്നൊക്കെ പറയത്തില്ല, അത് തന്നെ. ദ ലീഗൽ അതോറിറ്റി ടു ഹിയർ എ കേസ്, ഒരു കേസ് കേൾക്കുന്ന ലീഗൽ അതോറിറ്റി, ജൂറിസ്ഡിക്ഷൻ, അധികാര പരിധി എന്ന അർത്ഥം. ഓക്കെ, ജൂറിസ്ഡിക്ഷൻ. ദ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ടു ലിവ് വിത്ത് ഡിഗ്നിറ്റി, അന്തസ്സോടെ ജീവിക്കാനുള്ള ഭരണഘടന അവകാശം, അതാണ് റൈറ്റ് ടു ലൈഫ്, ആർട്ടിക്കിൾ 21. ഇനി നമ്മൾ ഈ ഒരു പാസേജിൽ പഠിച്ച കുറച്ച് ഫോറിൻ വേർഡ്സ് നോക്കിയേ. സോ മോട്ടോ ഓൾറെഡി അറിയാമല്ലോ എന്താണ്, ഓൺ ഇറ്റ്സ് ഓൺ മോഷൻ, അതായത് ടേക്കിംഗ് ആക്ഷൻ വിത്തൗട്ട് വെയിറ്റിംഗ് ഫോർ എ കംപ്ലൈന്റ്, കംപ്ലൈന്റ് കിട്ടുന്നത് വരെ കാത്തിരിക്കാതെ സ്വമേധയാ കേസ് എടുക്കുന്നതിനെയാണ് സോ മോട്ടോ എന്ന് പറയുന്നത്. ഇൻ റേ നമ്മൾ കണ്ടായിരുന്നല്ലോ, ഇൻ റേ റെഫറൻസ് ടു എന്നാണ് അർത്ഥം, മീൻസ് ഇൻ ദ മാറ്റർ ഓഫ്, ഈ വിഷയവുമായി ബന്ധപ്പെട്ടത്. ഇത് കേസ് ടൈറ്റിൽസിൽ ഉപയോഗിക്കുന്നതാണ്, നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ തുടക്കത്തിൽ തന്നെ കാണാം. ഇൻ ആർ ഇ റേ മീൻസ് ഇൻ ദ മാറ്റർ ഓഫ്, ഇതുമായി ബന്ധപ്പെട്ടത്. ഇത് റെഫറൻസ് ടു എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. കേസ് ടൈറ്റിൽസിനാണ് ഇത് ഉപയോഗിക്കുന്നത്. ആക്സസ് ടു ലൈഫ് സേവിംഗ് മെഡിസിൻസ്, ഇതായിരുന്നു നമ്മൾ ആ പാസേജിൽ കണ്ട ഉദാഹരണം. ഓക്കെ, ഇൻ ദ മാറ്റർ ഓഫ്, ഈ വിഷയത്തിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്, കേസ് ടൈറ്റിൽ ഉപയോഗിക്കുന്നതാണ്. സോ മോട്ടോ PIL, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഇനീഷ്യേറ്റഡ് ബൈ ദ കോർട്ട് ഇറ്റ് സെൽഫ്, കോടതി തന്നെ ഇനീഷ്യേറ്റ് ചെയ്യുന്ന, കോടതി തന്നെ ഏറ്റെടുക്കുന്ന എന്ത്, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, പൊതു താല്പര്യ ഹർജി എന്നാണ് അർത്ഥം. അടുത്തതാണ് പ്രൈമ ഫേഷി, മീൻസ് പ്രഥമ ദൃഷ്ടിയാൽ, അറ്റ് ദ ഫസ്റ്റ് സൈറ്റ് there is prima facie evidence, പ്രഥമ ദൃഷ്ടിയാൽ തെളിവുകളുണ്ട്. എക്സ്പാർട്ടെ എന്താണ്, വൺ സൈഡഡ് ഹിയറിംഗ്, ഒരു ഭാഗം മാത്രം, ദ കോർട്ട് പാസ്ഡ് ആൻ എക്സ്പാർട്ടയോടെ, ഒരു ഭാഗം മാത്രം കേൾക്കുന്നു. സബ്ജുഡൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോടതിയുടെ പരിഗണനയിലുള്ള വിഷയം, കോടതിയുടെ പരിഗണനയിലുള്ളത്. സബ്ജുഡൈസ് മീൻസ് അണ്ടർ ജുഡീഷ്യൽ കൺസിഡറേഷൻ, ദ ഇഷ്യൂ ഇസ് സബ്ജുഡൈസ് മീൻസ് ഇത് കോടതിയുടെ പരിഗണനയിലാണ്. ലോക്കസ് സ്റ്റാൻഡി, ലോക്കസ് സ്റ്റാൻഡി എന്ന് പറഞ്ഞാൽ ദ ലീഗൽ റൈറ്റ് ടു ബ്രിങ് എ കേസ് ബിഫോർ എ കോർട്ട്, ഒരു കോടതിയുടെ മുമ്പാകെ ഒരു കേസ് കൊണ്ടുവരാനുള്ള ലീഗൽ റൈറ്റിനെയാണ് ലോക്കസ് സ്റ്റാൻഡി എന്ന് പറയുന്നത്. ദ പെറ്റീഷണർ ഹാഡ് ലോക്കസ് സ്റ്റാൻഡി, ഇതിലൊരു പെറ്റീഷണർ കോടതിയുടെ മുമ്പിൽ ഒരു കേസ് കൊണ്ടുവന്നില്ല, ആ ലീഗൽ റൈറ്റ് ആണ് ലോക്കസ് സ്റ്റാൻഡി. ദ പെറ്റീഷണർ ഹാഡ് ലോക്കസ് സ്റ്റാൻഡി. ബൊണാഫൈഡ്, ബൊണാഫൈഡ് എന്ന് പറഞ്ഞാൽ സത്യസന്ധമായ, നീതിപൂർവമായ, ജെനുവിൻ എന്നാണ് അർത്ഥം, ഇൻ ഗുഡ് ഫെയ്ത്ത് എന്നാണ് അർത്ഥം വരുന്നത്. The petition was filed bona fide. Okay, അപ്പോൾ bona fide means genuine, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് കേട്ടോ bona fide. ഡിഫാക്റ്റോ, ഡിഫാക്റ്റോ എന്ന് പറഞ്ഞാൽ ഇൻ റിയാലിറ്റി, യഥാർത്ഥത്തിൽ എന്നാണ് അർത്ഥം. ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹെൽത്ത് കെയർ ഇസ് എ ഡിഫാക്റ്റോ നെസസിറ്റി, ഹെൽത്ത് കെയർ ഇസ് എ ഡിഫാക്റ്റോ നെസസിറ്റി. നെക്സ്റ്റ് വി ഹാവ് de jure, നിയമത്തിനനുസരിച്ച്, അക്കോർഡിംഗ് ടു ലോ, നിയമപ്രകാരം എന്നാണ് അർത്ഥം. ഹെൽത്ത് കെയർ ഇസ് പ്രൊട്ടക്റ്റഡ് de jure അണ്ടർ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിൾസ്, ഭരണഘടന പ്രിൻസിപ്പിൾസിന്റെ കീഴിൽ ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് പ്രൊട്ടക്റ്റഡ് അക്കോർഡിംഗ് ടു ലോ എന്നാണ് അർത്ഥം. സ്റ്റാറ്റസ്കോ, സ്റ്റാറ്റസ്കോ എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ, നിലനിൽക്കുന്ന അവസ്ഥ. ദ കോർട്ട് റെഫ്യൂസ് ടു മെയിൻറ്റെയിൻ ദ സ്റ്റാറ്റസ്കോ, നിലവിലെ അവസ്ഥ തുടരണം തുടരരുത് എന്നുള്ള കാര്യത്തിൽ കോടതിക്ക് പിടിവാശി ഉണ്ടായിരുന്നു. ദ കോർട്ട് റെഫ്യൂസ് ടു മെയിൻറ്റെയിൻ ദ സ്റ്റാറ്റസ്കോ, നിലവിലെ അവസ്ഥ തുടരാൻ പാടില്ല. നിലവിലെ അവസ്ഥ എന്താണ്, ഈ മരുന്നുകളുടെ വിലക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾ. Per se, per se means by itself എന്നാണ് അർത്ഥം, by itself. High pricing is not illegal per se, ഈ ചെയ്യുന്ന കാര്യം, വില കൂട്ടുക എന്ന് പറയുന്നത് ഇല്ലീഗലായ ഒരു കാര്യമല്ല by itself. പക്ഷേ it may become problematic when it restrict access to essential medicines, എന്നാൽ വളരെ ആവശ്യമുള്ള മരുന്നുകൾ ആക്സസിബിൾ ആവുന്നില്ല എന്ന് പറയുമ്പോൾ അത് പ്രോബ്ലമാറ്റിക് ആണ്. ഓക്കെ, സോ ഇത് നമുക്കൊരു എക്സാം ബൂസ്റ്റർ എന്ന നിലയിൽ match the editorial with the correct expression. Court acts on its own, സ്വന്തമായി കോടതി സ്വമേധയാ കേസെടുക്കുന്നു, സോ മോട്ടോ. പ്രഥമ ദൃഷ്ടിയാൽ, പ്രൈമ ഫേസി. അണ്ടർ കോർട്ട് കൺസിഡറേഷൻ, സബ് ജുഡൈസ്, കോടതിയുടെ പരിഗണനയിൽ. ജെനുവിൻ, ബൊണാഫൈഡ്. ലീഗൽ റൈറ്റ് ടു സ്യൂ, കോടതിയുടെ മുമ്പിൽ ഒരു കേസ് കൊണ്ടുവരാനുള്ള ലീഗൽ റൈറ്റ്, ലോക്കസ് സ്റ്റാൻഡി. നിലനിൽക്കുന്ന അവസ്ഥ, സ്റ്റാറ്റസ്കോ. നിയമപ്രകാരം, അക്കോർഡിംഗ് ടു ലോ, de jure. ഇൻ പ്രാക്ടീസ്, ഡിഫാക്റ്റോ. വൺ സൈഡഡ് ഹിയറിംഗ് ആണ് എക്സ്പാർട്ടെ. ഇൻ ദ മാറ്റർ ഓഫ്, ഇൻ റേ മീൻസ് RE ആണ്, ഇവിടെ RE ഉണ്ട്, ഇൻ. അങ്ങനെയാണല്ലോ നമ്മൾ കണ്ടത്. സോ ഇതോടുകൂടി ഈ ആഴ്ചത്തെ എഡിറ്റോറിയൽ അനാലിസിസ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം നമ്മൾ കുറച്ച് നാളുകളായിട്ട്, കഴിഞ്ഞ ഒരു മന്തായിട്ട് ഇങ്ങനെ പല
ന്യൂസ് പോർട്ടൽസ്, ന്യൂസ് പേപ്പേഴ്സ്, ഇതിൽ എഡിറ്റോറിയൽസ്, ആർട്ടിക്കിൾസ് ഒക്കെ അനലൈസ് ചെയ്ത് വരികയാണ്. എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് ഷാർപ്പൺ ചെയ്ത് മെച്ചപ്പെടുത്താൻ വേണ്ടി തന്നെയാണ്, സംശയമില്ല. നിരന്തരം നിങ്ങൾ പത്രം വായിച്ചാൽ മാത്രമേ, നിരന്തരം പത്രം വായിച്ചത് വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ഡിസ്ക്രിപ്റ്റീവ് ഇംഗ്ലീഷ് മികച്ച രീതിയിൽ പോവുകയുള്ളൂ. അതിന് ഹിന്ദു, ഹിന്ദുസ്ഥാൻ ടൈംസ്, ഇന്ത്യൻ എക്സ്പ്രസ്, ദ ടൈംസ് ഓഫ് ഇന്ത്യ, ന്യൂസ് ഫസ്റ്റ് പോസ്റ്റ്, ഗാർഡിയൻ, അൽ ജസീറ പോലുള്ള എല്ലാ പത്രങ്ങളും, ഇതെല്ലാം നിങ്ങൾക്ക് ഓൺലൈനിൽ വായിക്കാൻ പറ്റും. എല്ലാം നിങ്ങൾ എല്ലാ ദിവസവും, ഇപ്പം എല്ലാ പത്രങ്ങളും എല്ലാ ദിവസവും വായിക്കണമെന്നല്ല, കഴിയുന്നത് ഒരെണ്ണമെങ്കിലും ഒരു ദിവസം വായിച്ചിരിക്കണം. അങ്ങനെ എല്ലാ ദിവസവും എഡിറ്റോറിയൽസ് വായിക്കുന്ന ശീലം ഉണ്ടാക്കുക. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഇത്തരം പാസേജുകൾ ഹ്യൂമൻ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റോറീസ് ആണ്. അതായത് ലീഗൽ ടേംസ് ഒക്കെ കഴിയുന്നതും കടന്നു വരുന്ന ആർട്ടിക്കിൾസ് ആണ് കഴിയുന്നത് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ലോങ് ടേമിൽ ഇത്രയും ബെനിഫിഷ്യൽ ആവുന്ന കാര്യങ്ങളായിരിക്കും. ഇന്ന് തൊട്ട് അടുത്ത ഒരു 6-7 മാസം നിങ്ങൾ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് നോക്കൂ. ഈ സീരീസ് നിങ്ങൾ മുഴുവൻ ഒരു 7 മാസത്തേക്ക് തുടർച്ച ഇങ്ങനെ കണ്ടു നോക്കൂ. വലിയ മാറ്റമായിരിക്കും നിങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയും നമുക്ക് ഇതുപോലെയുള്ള നല്ല നല്ല എഡിറ്റോറിയൽസ്, ആർട്ടിക്കിൾസ്, അനാലിസിസ് ഇനിയും തുടരേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രത്യേക വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഞാനായിട്ട് കുറേ സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്നു. നിങ്ങൾക്കായിട്ട് എപ്പോഴെങ്കിലും തോന്നുകയാണ് ഈ പെർട്ടിക്കുലർ എഡിറ്റോറിയൽ സാർ അനലൈസ് ചെയ്താൽ നന്നായിരിക്കും, ഈ ഒരു ആർട്ടിക്കിൾ നന്നായിട്ടുണ്ട്, ഇതിൻ്റെ ഒരു ക്ലാസ് നടത്തിയത് നന്നായിരിക്കും, അങ്ങനെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് കമന്റ് ബോക്സിൽ നിങ്ങളൊന്ന് മെൻഷൻ ചെയ്തിരുന്നാൽ മതി. പ്രത്യേകിച്ച് ഒന്ന് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങൾ ഞാൻ കൺസിഡർ ചെയ്യുന്നതായിരിക്കും ഉറപ്പായിട്ടും. സോ ഇനിയും നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.